കേരളത്തിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും ചില മക്കൾ രംഗത്തിറങ്ങാൻ സാധ്യത. അങ്ങ് ഡൽഹിയിൽ രാഹുലിന് പുറകെ പ്രിയങ്ക ഗാന്ധിയും രംഗത്തിറങ്ങിയതിന്റെ തുടർച്ചയായാണ് കേരളത്തിലും ചില മക്കൾക്ക് സാധ്യത തെളിയുന്നത്. ഇതിൽ ഒന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആയിരിക്കുമെന്ന പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുണ്ട്. അനിൽ ആന്റണിയെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് അനിലിനെ കേരളത്തിലേക്ക് ഇറക്കിയതെന്നാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പരസ്യമായ രഹസ്യം. ഇതിനെതിരെ പാർട്ടിയിലെ യുവതുർക്കികൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാലും ആന്റണിയെ പോലെ കരുത്തനായ ഒരാളിന്റെ മകനെ വെട്ടാനുള്ള ശേഷിയൊന്നും ഈ യുവതുർക്കികൾക്ക് ഇല്ല. ചാലക്കുടിയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് മാറ്റം ഉണ്ടാകുമെന്ന സൂചനയും വരുന്നുണ്ട്. ഇന്നസെന്റിന് ഇക്കുറി നറുക്ക് വീഴില്ല എന്നാണ് CPM വൃത്തങ്ങൾ നൽകുന്ന സൂചന. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ് ചാലക്കുടിയിൽ CPMന്റെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ചാലക്കുടി സീറ്റ് വലിയ വിവാദം ആയതാണ്. കോൺഗ്രസ് വക്താവായ PC ചാക്കോ ഒറ്റക്കാലിൽ നിന്നാണ് സീറ്റ് നേടിയെടുത്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടി. അതുകൊണ്ടാണ് ഇതിനുവേണ്ടി പാർട്ടിക്കുള്ളിൽ വലിയ വടംവലിയും നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ തർക്കത്തെ തുടർന്ന് ഹൈക്കമാൻഡിൽ വലിയ പിടിയുള്ള ചാക്കോ അത് കൈയടക്കുകയായിരുന്നു. ഈ സീറ്റ് പോയതോടെ ചുറ്റുവട്ടത്തെ മറ്റ് സീറ്റുകളും പരാജയപ്പെട്ടുവെന്നാണ് പാർട്ടിയിലെ പൊതു അഭിപ്രായം. ഇക്കുറിയും സീറ്റിനായി കണ്ണും നട്ട് കാത്തിരിക്കുന്നവർ നിരവധിയാണ്. അതിനിടയിലാണ് ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ പേര് ഉയർന്നു വരുന്നത്. അനിലിനെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കൊണ്ടുവന്നത് ഇതിനുവേണ്ടിയാണെന്നാണ് പാർട്ടിയിലെ സംസാരം. കേരളത്തിലെ പാർട്ടിയുടെ ഡിജിറ്റൽ കോർഡിനേറ്ററായാണ് അനിലിനെ കൊണ്ടുവന്നത്. അത്തരം ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതിൽ പാർട്ടിക്ക് ആർക്കും എതിർപ്പില്ല. എന്നാൽ അതിന് സ്വീകരിച്ച രീതിയാണ് പലരെയും സംശയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പ്രത്യേക പത്രസമ്മേളനം വിളിച്ചാണ് ഈ പേര് KPCC പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചത്. അതാണ് പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത്. നേരത്തെയും KPCCയിൽ ഡിജിറ്റൽ സെൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിലേക്ക് ആരെയും നിയമിക്കുന്നത് ഒരു വ്യക്തിയും അറിയാറില്ല. അഥവാ ആരെങ്കിലും അറിഞ്ഞിരുന്നാൽ തന്നെ അത് ഒരു പത്രക്കുറിപ്പിലൂടെ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ വലിയ ആഘോഷത്തോടെ ഈ പ്രഖ്യാപനം നടത്തിയതിന് പിന്നിലെ താല്പര്യം വേറെ പലതുമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ആന്റണിയുടെ മകനായതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ ഒന്നും ഇതിനെ എതിർക്കുകയില്ല. അതേസമയം പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി വെള്ളം കോരുന്നവർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് KPCC പുനഃസംഘടന നടത്തി അതുവഴി അനിലിനെ കേരളത്തിൽ ഇറക്കാനായിരുന്നു പരിപാടിയെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ തർക്കം മൂലം പുനഃസംഘടന പരാജയപ്പെട്ടതുകൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ച് ആഘോഷപൂർവ്വം ഡിജിറ്റൽ സെൽ കോർഡിനേറ്ററായ അദ്ദേഹത്തിന്റെ നിയമനം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഇതിനേക്കാൾ മിടുക്കരായ നിരവധി ഡിജിറ്റൽ വിദഗ്ധന്മാർ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ളപ്പോഴാണ് ഗുജറാത്ത്, കർണാടക തെരഞ്ഞെടുപ്പുകളിൽ അത് കൈകാര്യം ചെയ്തതിന്റെ പരിചയം പറഞ്ഞ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ആന്റണി പോലെ ഒരാളുടെ മകന് ഗുജറാത്തിലും കർണാടകയിലുമൊക്കെ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതിനേക്കാൾ മിടുക്കരായ നിരവധി പേർ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ KSUവിന്റെ വിഭാഗങ്ങളായിട്ടുണ്ട്. അതിനു പുറമെ ടെക്നോ പാർക്കിലെ നിരവധി വിദഗ്ധർ കോൺഗ്രസിന് വേണ്ടി സൗജന്യമായി ചെയ്തു തരാൻ തയ്യാറുമാണ്. ഇതിനിടയിലാണ് ഈ ഇറക്കുമതി എന്നതാണ് സംശയകരം. ചാലക്കുടി സുരക്ഷിത സീറ്റായതുകൊണ്ട് തന്നെ മകനെ അവിടെ നിർത്തി രക്ഷപ്പെടുത്തിയെടുക്കാൻ ആന്റണിക്കും താല്പര്യമുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായി വിജയിച്ച് പോവുകയാണെങ്കിൽ ഒഴിവരുന്ന പുതുപ്പള്ളിയിലും മക്കൾ രാഷ്ട്രീയം അരങ്ങേറും. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ A ഗ്രൂപ്പിനുള്ളിൽ തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിൽ മക്കൾക്ക് പിന്നിൽ ചർച്ച കറങ്ങുമ്പോൾ ചാലക്കുടിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ആശയക്കുഴപ്പം തുടരുകയാണ്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായാണ് ഇന്നസെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിയത്. ആദ്യ മത്സരത്തിൽ തന്നെ എല്ലാ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വിജയം കൈവരിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കുറി മത്സരിക്കാൻ ഇന്നസെന്റിന് വലിയ താല്പര്യമില്ല എന്നാണ് സൂചന. CPMഉം പുതിയ സ്ഥാനാർത്ഥിയെ തേടുന്നുണ്ട്. മിക്കവാറും എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകുക എന്നും സൂചനയുണ്ട്. മണ്ഡലത്തിന്റെ പേര് ചാലക്കുടിയാണെങ്കിലും എറണാകുളം ജില്ലയിൽ നല്ലൊരു ഭാഗം ഈ മണ്ഡലത്തിൽ വരുന്നുണ്ട്. രാജീവിന് ജില്ലയിൽ എല്ലായിടത്തും നല്ല സ്വാധീനമുണ്ട്. ഇത് മുതലെടുത്ത് സീറ്റ് നിലനിർത്താനാണ് CPMന്റെ ലക്ഷ്യം. BJP ആയിരിക്കും NDAയിൽ നിന്നും ചാലക്കുടിയിൽ മത്സരിക്കുക. അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.